ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക കിച്ചടി. സദ്യയിൽ വിളമ്പുന്ന പച്ചടി, കിച്ചടി, അവിയൽ, ഓലൻ എന്ന് പറയുന്നില്ലേ, അതിലത്തെ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ ഈ പച്ചടിയും കിച്ചടിയും തമ്മിൽ വ്യത്യാസം? ഒന്നാമത്തെ കാര്യം ഉണ്ടാക്കുന്ന പ്രൊസീജിയർ, രണ്ടാമത്തത് അതിലിടുന്ന ഇൻഗ്രീഡിയൻസും കുറച്ച് വ്യത്യാസമുണ്ട്. അതൊക്കെ കൂടിയിട്ടാണ് ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടുള്ളൂ. അപ്പോൾ വെള്ളരിക്ക, ഒരു അരക്കപ്പ് വെള്ളരിക്ക ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക. ആവി കയറ്റിയതിന് ശേഷം ഇതിനെ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് അരപ്പുണ്ടാക്കി എടുക്കാം. ഇപ്പൊ കിച്ചടിക്ക് അരയ്ക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ജീരകം, കടുക്, 2 ചെറിയ ഉള്ളി. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടുള്ളൂ. ഇപ്പോൾ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തില് നമ്മൾ ഓഫ് ചെയ്യുന്നു. ഇവിടുന്ന് നേരെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ പാനിൽ തന്നെ ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം. അപ്പോ 1 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് കടുകും വറമുളകും കറിവേപ്പിലയും. കുറച്ച് ഉണ്ടാക്കണത് കൊണ്ടേ അരികിലും മൂലയ്ക്കും ഒക്കെ ഉള്ളൂ. ഇനി അരച്ചു വെച്ച സംഭവം. പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? നമ്മൾ പച്ചടിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. ചെറിയ ഉള്ളിയിടലും അരക്കലും എന്താണ് പറയുക, ഇങ്ങനെ കുറുക്കി കാച്ചലും ഒന്നും. ഇതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. കിച്ചടിക്ക് ഇങ്ങനെയാണ് പ്രൊസീജിയർ. തെറിക്കില്ല കുട്ടിയെ, അടുത്തേക്ക് ഫോക്കസ് ചെയ്തോളൂ. പേടിച്ച് നിൽക്കുക, ഞാൻ വല്ല എന്തോ കഥന പൊട്ടിക്കണമെന്ന്. അതും ഇഷ്ടമല്ല, കഥന പൊട്ടണതും ഇഷ്ടമല്ല. അപ്പോ ഇതിപ്പോ ഇങ്ങനെ ആയി, റൈറ്റ്? ഇനി ഇത് ഓഫ് ചെയ്തു. ഇതിനി കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ആറണം. കംപ്ലീറ്റ് ആറുക പറഞ്ഞാൽ ഒട്ടും തന്നെ ചൂട് പാടില്ല. ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളരിക്ക ഇതിലിടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ആറട്ടെ. അപ്പൊ ഇത് നല്ലോണം ആറിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേവിച്ച് വെച്ച വെള്ളരിക്ക ഇടുക. നന്നായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതിൽ ഇതിലേക്ക് തൈര്, ആവശ്യത്തിന് തൈരിട്ടുള്ളൂ. ഇപ്പം എനിക്കൊക്കെ 1.5 സ്പൂണ് ധാരാളം മതിയാവുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അത്രയല്ലേ ക്വാണ്ടിറ്റി ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ലോണം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിക്കോളൂ. ഇതൊക്കെ ഓഫ് ദ ഗ്യാസ് ആണ്, എടുത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നും തന്നെ ഗ്യാസിലില്ല. ഇതാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. കിച്ചടി സൂപ്പർ കിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ മണം, അടിപൊളിയുണ്ട്. അപ്പോൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ഇതാ ആകെ കുറച്ചേ വിളമ്പാൻ കിട്ടുള്ളൂ. അപ്പോൾ കിച്ചടി റെഡിയായി. ഉണ്ടാക്കി നോക്കുക വിനീസ് കിച്ചണിൽ. ഇനി സദ്യ വിഭവങ്ങളിൽ ബാക്കി എന്ന് തോന്നുന്നത് ഇഞ്ചിപ്പുളിയും, പിന്നെ എനിക്ക് തോന്നുന്നു അടപ്രഥമനും, പാലടയാണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി നോക്കുക. സദ്യ വിഭവങ്ങളിലേക്ക് ഞാൻ മാറ്റാം. അപ്പോൾ സദ്യ വിഭവങ്ങളിൽ നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാമല്ലോ. അപ്പോൾ ഇനി ഓരോന്നായിട്ട് പോയി തരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വിഭവമായി കാണാം. Till then, take care and bye bye.